സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തുടങ്ങിയ പ്രണയം. തിരുവനന്തപുരം മുക്കന്നൂരിലെ ഫർസാനയ്ക്ക് അഫാൻ എന്നാൽ ജീവനായിരുന്നു. ഇരുവരും ഒന്നിച്ചുള്ള ജീവിതം അവൾ സ്വപ്നം കണ്ടതാണ്. അതാണ് അവൻ വിളിച്ചപ്പോൾ ഫർസാന ഇറങ്ങിപ്പോയത്. എന്നാൽ ആ യാത്ര മരണത്തിലേക്കാണെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഫർസാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. മൂക്കന്നൂർ ജംഗ്ഷനിലൂടെ പെൺകുട്ടി കാൽനടയായി നീങ്ങുന്നത് CCTV ക്യാമറയിലെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മുക്കന്നൂരിൽ കാത്തുനിന്ന പ്രതി അഫാൻ ഇരുചക്ര വാഹനത്തിൽ പിന്നീട് പേരമലയിലെ വീട്ടിലെത്തിച്ചാണ് ക്രൂരമായി പ്രണയിനിയെ കൊലപ്പെടുത്തിയത്. കൂട്ടക്കൊലപാതകം നടന്ന തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിയോടെയാണ് അഫാൻ പെൺസുഹൃത്തായ ഫർസാനയെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ടത്. 3:20 ട്യൂഷന് പോകുന്നെന്ന് പറഞ്ഞ് പുത്തൂരുള്ള വീട്ടിൽ നിന്നിറങ്ങിയ ഫർസാന കുട ചൂടി കാൽനടയായി മുക്കുന്നൂരിലെ പ്രധാന ജംഗ്ഷനിൽ എത്തുമ്പോൾ സമയം 3:32. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നതും ന്യൂസ് 18 പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ വ്യക്തം. മുക്കുന്നൂരിലെ തിരക്കുള്ള ജംഗ്ഷൻ പിന്നിട്ട് മുമ്പോട്ട് നടന്നു നീങ്ങിയ ഫർസാനയെ വെഞ്ഞാറമൂട് ദിശയിൽ കാത്തുനിന്ന പ്രതി തന്റെ ഇരുചക്ര വാഹനത്തിൽ കയറ്റി മുൻകൂട്ടി ആസൂത്രണം ചെയ്തതുപോലെ പേരമലയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സ്കൂൾ കാലഘട്ടം മുതൽ തന്റെ സുഹൃത്തായിരുന്ന അഫാൻ വിളിച്ചു വരുത്തിയത് എന്നേക്കുമായി ഇല്ലാതാക്കാനാണെന്ന് മനസ്സിൽ പോലും കരുതാതെ ഒരു നാടിന്റെ മുഴുവൻ പ്രതീക്ഷയായിരുന്ന 22-കാരിയായ ഫർസാന ഇങ്ങനെ നടന്നു നീങ്ങിയതാകട്ടെ മരണത്തിലേക്കും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.